കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മ, ചേർത്തല കടക്കരപ്പള്ളിക്കാരി ബിന്ദു പത്മനാഭൻ, വാരനാട് സ്വദേശിനി ഐഷ. വീട്ടുകാരുമായി അത്ര നല്ല ബന്ധത്തിലല്ലാതിരുന്ന ഈ 3 സ്ത്രീകളെയും കൊന്നു കുഴിച്ചുമൂടിയത് സെബാസ്റ്റ്യനാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടെ തിരോധാന കേസിന്റെ അന്വേഷണമാണ് സൈക്കോ കില്ലർ CM സെബാസ്റ്റ്യനെ കുടുക്കിയത്. ധ്യാനകേന്ദ്രത്തിൽ വെച്ച് പരിചയപ്പെട്ട ജൈനമ്മയെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കത്തിച്ചു കളഞ്ഞുവെന്നാണ് കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഈ കേസിന്റെ ചോദ്യം ചെയ്യലിനിടെ കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനെയും സമാനമായ രീതിയിൽ കൊന്നുവെന്ന് സെബാസ്റ്റ്യൻ വെളിപ്പെടുത്തി. തുടർന്ന് ഈ കേസിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഷാൾ കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ചാണ് ബിന്ദുവിനെ കൊലപ്പെടുത്തിയത്. മൃതദേഹം പല കഷ്ണങ്ങളാക്കി വിശാലമായ വീട്ടുവളപ്പിൽ പലയിടങ്ങളിലായി കുഴിച്ചിട്ടു. അഴുകിയ ശേഷം അസ്ഥികൾ പുറത്തെടുത്ത് കത്തിച്ചു. ചാരം വേമ്പനാട് കായൽ ഉൾപ്പെടെ ഉപേക്ഷിച്ചു. 2012 മെയ്യിൽ കാണാതായ മുൻ സർക്കാർ ജീവനക്കാരി ഐഷയെയും സമാനമായ രീതിയിൽ സെബാസ്റ്റ്യൻ കൊന്നു കുഴിച്ചുമൂടിയെന്നാണ് ചേർത്തല പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ ഈ കേസുകളിലൊന്നും കാര്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. മൃതദേഹാവശിഷ്ടമോ വസ്ത്രങ്ങളോ മറ്റോ കുളത്തിലുണ്ടോ എന്നറിയാനാണ് വെള്ളം വറ്റിച്ച് പരിശോധന നടത്തിയത്. ചേർത്തല പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷനായിരിക്കുന്നത്. ഐഷ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നിരിക്കുന്നത്. അതിന് തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നോക്കുന്നത്. അത് സാധാരണ പോലീസ് പ്രൊസീജിയറിനുള്ള പ്രക്രിയ നടന്നിരിക്കുന്നതാണ്. നേരത്തെ ഇത് തെളിവെടുത്ത സമയത്ത് 2 കുളം വറ്റിച്ചിട്ടുണ്ടായിരുന്നു. ഈ കുളം വറ്റിക്കാതിരുന്നതുകൊണ്ട് പോലീസ് സംശയം ഇതിൻ്റെ തെളിവുണ്ടാകാൻ സാധ്യത എന്നുള്ള അതിലേക്ക് മാത്രം വറ്റിച്ചിട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് വേറെ ഒന്നും കാണുന്നില്ല. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് നേരത്തെ ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങളുടെയും മറ്റും DNA പരിശോധനാ ഫലം വൈകുന്നതും അന്വേഷണ സംഘത്തിന് തിരിച്ചടിയാണ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.